ഇന്ന് നമ്മൾ ഈ പറയുന്ന ജനറൽ നോളജുകൾ നമുക്ക് നൽകിയത് എന്താണ്? രോഗങ്ങൾ, BP കൂടൽ, ഭയം, ഷുഗറിന് പ്രധാനപ്പെട്ട കാരണം, ഷുഗർ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം, ഉറക്ക ഡിസോർഡർ ആണ്, ടെൻഷൻ. എന്താ ഉറക്ക ഡിസോർഡർ ആകാൻ കാരണം? ടെൻഷൻ. ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഉറക്കുള്ളൂ. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ വാപ്പയും അച്ഛനും പോയി തിരിച്ചു വരാം. അപ്പോൾ ഞാൻ അവരെ എയർപോർട്ടിൽ ഇന്നവർ വന്ന് ഏകദേശം 1 മണിയാണ്. ഫ്ലൈറ്റ് വന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏകദേശം എത്രയും 2-2:30 മണിയായി. അപ്പോൾ ഞാനതിൽ ഉറക്കം ഒഴിവാക്കണം. ഏതോടെ എൻ്റെ ഉടമ പറ്റിയ ആളുകളാണ്. ഇന്നലെ ഞാൻ ഉറക്കം ഒഴിവാക്കേണ്ടിയില്ലല്ലോ. അതേസമയത്ത് ഇന്നലെ എനിക്ക് ഉറക്കം ഒഴിവാക്കേണ്ടി വരും. എപ്പോൾ ഞാനൊരു ടെൻഷൻ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ടെൻഷനിൽ വലിയ ശതമാനം പത്രത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നതുമാണ്. അപ്പോൾ ടെൻഷൻ കാരണം ഉറക്കം ഒഴിവാക്കിയോണ്ട് പിറ്റേന്ന് രാവിലെയുള്ള പണി വൃത്തിയാതയില്ല. ഒന്ന്, എനിക്ക് എന്ത് കൂടുകയും ചെയ്തു? ഷുഗർ കൂടി, BP കൂടി. അത് അറിഞ്ഞോണ്ടല്ലേ. ഈ അറിവുകൊണ്ട് എന്താ സമൂഹത്തിൽ കാര്യം? റസൂലുള്ളാഹി മൻ സഹ്സഹൽ ഹർജ വവസലനി ദഹ്രി ഫസിർതു കമൻ ഹജ്ജ യുഅരിഖുനി ദിക്റുൽ അമീനി ഫലൈലതി കഅൽമി വഖൈറുൽ ഖൽഖി ഖദ അത്ഹഫൽ ഫുൽജ ഹവ അഖറബത് തദ്കാരി ഖൽബി വഇന്നനി മദ ദഹ്രി ലാ യുൽഫാരിഖു ദൽ ബുർജ نشوت بذكر المصطفى قبل نشاتي أيا عاذلي دعني فقلبي به لجا هلفت يمينا إنني الدهر ناسج لأمداح خير الخلق يا نعمة النسجا طويت به نشر العلوم وإنني مرجت به البحرين يا حبذا مرجا يمد جميع الكون نور بهائه ويمحو جلالا كل بطل متى دجا. ദക്കർതു ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തു, റസൂലല്ലാഹി അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞു. ആരാണ് ഈ റസൂലുള്ളാഹി? സഹ്സഹൽ ഐനാ അൽ ഹർജ. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മൻ സഹ്സഹ, ദൂരത്താക്കിയ ആളാണ്, അൽ ഹർജ, ഏതൊരു ഭയാനകമായ ഫിത്നയെയും. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫിത്ന ഖുറൈശിന്റെ ഫിത്നയാണ്. അത് പുണ്യ റസൂൽ ഇല്ലാതെയാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബൈസന്റൈൻ റോമിന്റെ ഫിത്നയാണ്. അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോഴന്മാർ പിന്നീട് അതിനെ എന്നേക്കുമായി തകർക്കുകയും ചെയ്തു. പിന്നെ ലോകാവസാനം, ഇന്ന് ഹർജിന്റെ കാലമാണെന്ന് പുണ്യ റസൂൽ. അപ്പോൾ ഇന്നത്തെ ഫിത്നയെയും ദൂരത്താക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് സൂക്ഷിക്കണം എന്നത് പുണ്യ റസൂൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഫിത്ന അവന് ബാധകമാകില്ല. അപ്പൊ ഇന്നും ഫിത്നയെ ദൂരത്താക്കിയത് നബി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രീതികളെയും പ്രവർത്തനങ്ങളെയും നമ്മളെ വീടുകളിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഫിത്നയെ ബാധിക്കുന്ന വിഷയമേ അല്ല. നമ്മളാ ഒരു പ്രശ്നം ബാധിക്കൂല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? ഈ കാലത്ത് ജീവിക്കേണ്ടത് എന്താണ്? ഈ കാലത്ത് ഒരിക്കലും മുന്നിലേക്ക് വരാൻ പാടില്ല, പുറകോട്ട് പോകണം. കാരണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വാതിൽ തുറന്നാൽ കാറ്റടിക്കും ഫിത്നയുടെ, മുറ്റത്തിറങ്ങിയാൽ അയൽവാസികളെ ഫിത്നയെങ്കിലും കയറും. എപ്പോൾ എത്ര ഉള്ളിലേക്ക് വലിയാൻ കഴിയുമോ അങ്ങനെ വലിയോലൊന്നും ഇന്ന് പ്രയാസത്തിലല്ല. നമ്മൾ എന്തുകൊണ്ടാണ് പ്രയാസപ്പെടുന്നത്? നമ്മൾ സമൂഹത്തിന് നടുവിൽ ജീവിക്കണം. ഏതാണ് ഈ സമൂഹത്തിന് നടു? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നടുവിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചത് പ്രശ്നമില്ലാത്തൊരു സമയം ഉണ്ടാവില്ല. ആ പ്രശ്നം അവനെ ബാധിക്കുന്ന വിഷയമോ അല്ല. എന്താണ് അവനെ ബാധിക്കുന്ന പ്രശ്നം? ഇപ്പൊ ഗസയിലെ ആളുകളെ ഇസ്രായേൽ കൊല്ലുന്നു എന്നത് നീ അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം? നിന്റെ BP കൂടാന്നല്ലാതെ വലിയ കാര്യമുണ്ട്. അത് നീ അതിന്നൊരു ഫോട്ടോ വന്നത് നീ 10 അയച്ചു കൊടുത്തു, അവരും BP കൂടി. അല്ലാതെ ഗസയിലെ ആളുകളെ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിവുണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് ആകെ ചെയ്യാനുള്ളത് ദ്വാരക്കല. അതങ്ങനെ വേണ്ട. ലോകത്ത് എവിടെയൊക്കെ അശാന്തതയും
പ്രശ്നവും യുദ്ധവും കലാപം നടക്കുന്നു, അവരൊക്കെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അതിൽ നല്ല മനുഷ്യന്മാരെയൊക്കെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. മദ്ലൂമികളായ മർദ്ദിതരായ ജനങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഏത് തഹജ്ജുദ് നിസ്കരിച്ച് നമുക്ക് ദുആ ചെയ്യാലോ. അതിലോലൊക്കെ പെടുകയും ചെയ്യും, അത് അറിയേണ്ട ആവശ്യമില്ല. മനുഷ്യനൊന്ന് ഉണ്ടാക്കി കൂട്ടതിൻ്റെ 99%-ത്തിലേറെയും 100%-വും അവൻ്റെ മാത്രം പ്രശ്നമാണ്. അതിന് കാരണക്കാരൻ അവൻ തന്നെയാണ്. അവനെ മാറിക്കാണെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് അവസാന കാലമായി നിങ്ങൾ പുറത്തേക്ക് പോകരുത്. നിങ്ങൾ വീട്ടിൻ്റെ റൂമിൽ നിന്ന് പോലും പൊതു റൂമിലേക്ക് ഇറങ്ങരുത്. കാരണം ഈ ഫിത്നയിൽ അകപ്പെട്ടവർ നിങ്ങളെ വീട്ടിലുണ്ടാവും. ഫിത്ന ഒരു കാലത്ത് ദൂരമായിരിക്കും, പിന്നെ അടുത്ത് വരും, പിന്നെ നിങ്ങളെ മുറ്റത്ത് കയറും, പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ പൊതു റൂമിൽ കയറും, പിന്നെ ഞങ്ങൾ റൂമിൻ്റെ അടുക്കളയിൽ വരും, പിന്നെ ഞങ്ങൾ ബെഡ്റൂമിൽ വരെ വരും. അന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മാറി 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 നിൽക്കണം. അപ്പം നിങ്ങളെ ഭാര്യയ്ക്ക് ഫിത്ന, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, ഭാര്യ ഉപയോഗിക്കണില്ല എങ്കിൽ ഓൾക്ക് ഫിത്ന ഉണ്ടാവില്ലല്ലോ. ഓൾ രാവിലെ ചായയും കുറച്ച് എന്താ പറയുക കടിയും കുറച്ച് ചട്ടിനി ഉണ്ടാക്കി തന്നെ നിങ്ങൾ പറഞ്ഞ നോക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? അവൾ ദൂരെയാണ്. നിങ്ങൾ അയൽവാസി ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, നിങ്ങളെ വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ അയൽവാസി എപ്പോഴെങ്കിലും നിങ്ങളെ വീട്ടിൽ വർത്താനം പറയാൻ വരുമ്പോൾ അപ്പോഴേ നിങ്ങളത് അറിയുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല, അയാൾക്ക് മടുപ്പ്, അയാൾ പോവുകയും ചെയ്യും. നമ്മളെ പ്രശ്നം, ഈ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മൾക്ക് BP കൂടിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ ഏതൊരു കാലഘട്ടത്തിന്റെയും ഫിത്നയെ നബി ഇല്ലാതാക്കിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സൂക്ഷിച്ചാൽ മതി. ഒരു ഫിത്ന അകപ്പെടൂല. ഫിത്ന ഉണ്ടാവും, പക്ഷെ നമ്മൾ അകപ്പെടൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ പറ്റി പറഞ്ഞു, അല്ലദീന ഇദാ ഹളറു ലം യുദഉ. അവർ നാട്ടിലുണ്ടെങ്കിൽ അവരെ ആരും വിളിക്കൂല. ഒരുത്തൻ ലീഗ് എന്താണെന്ന് അറിയില്ല, കോൺഗ്രസ് എന്താണെന്ന് അറിയില്ല, കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിയില്ല, BJP എന്താണെന്ന് അറിയില്ല, ഈ നാട്ടിൽ പാര ഭരിക്കണം അതും അവനെ അറിയില്ല. നേരത്തെ പണിക്കും വരില്ല. ഓനെ രാഷ്ട്രീയ യോഗണ്ടമാരെയും വിളിക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തല്ലുണ്ടായി, ബൂത്ത് കയ്യേറി അടിയുണ്ടായി, ഇരുന്നും ഉണ്ടാവില്ല. ആ നാട്ടിലെ എല്ലാവരും പോലീസ് പിടിച്ചുണ്ടായാലും ധൈര്യമായിട്ട് പറയാം ഒരേ ആണ് നാട്ടിലുണ്ട്, അത് ഓനാണ്, ഓനെ ഒന്നും അറിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നത്തിലാപ്പെടാൻ കാരണം? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഉള്ളിലേക്ക് നിങ്ങൾ കയറിക്കൂടി. അതന്നെ. നിങ്ങൾ പത്രം വായിച്ചു, ഞങ്ങൾ പത്രം വായിക്കുന്നു. പത്രത്തിൽ ഇന്ന് ഇറങ്ങിയ പത്രം, അത് ഏത് പത്രമായാലും ഈ പത്രത്തിൽ നീ അറിയേണ്ട എന്തുവരാണ്? എന്തുവരുള്ളത്? എന്താ ആകെ അറിയേണ്ടത്? 2000 അല്ല, ചർമ്മകോളം അറിയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ രാത്രി ഒരു വായ്പായ മജീദ് നിസ്കരിച്ചോ, ഇന്ന് മരിച്ചുപോയ എല്ലാ നിസ്കാരം ജായിസാവുന്ന എല്ലാ മുസ്ലിം അല്ലാഹു അക്ബർ. പിന്നെ ചർമ്മകോളം വായിക്കേണ്ട ആവശ്യം, ഇന്ന് പത്രം വായിക്കേണ്ട ആവശ്യം എന്താണ്? വെറുതെ ജനീവയിൽ ഫ്ലൈറ്റ് മറിഞ്ഞു 150 ആളുകൾ മരിച്ചു. ഇത് അറിയേണ്ട ആവശ്യം എന്താ? ഇത് അറിഞ്ഞിട്ട് ഓൽക്കൊല്ല ഗുണമുണ്ടോ? ഇത് അറിയാൻ ആർക്കൊല്ല നഷ്ടമുണ്ടോ? ഞാൻ അവിടെ ഒരു ഫ്ലൈറ്റ് മറിഞ്ഞു ഇഞ്ചി മക്കത്ത് പോണ സമയത്ത് ഫ്ലൈറ്റ് കയറാക്കണ്ടല്ലോ. എന്താണ് ഒരു കാര്യം പറയാം? അതിലൊരു കാര്യമില്ല, അത് പറയാം. ഇതാകെ അറിയേണ്ട ഒരാൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അയാൾക്ക് മെസ്സേജ് അയക്കണം. ജനീവയിൽ വിമാനം പറഞ്ഞു 250 ആളുകൾ മരിച്ചു എന്ന് കേട്ട സ്വിറ്റ്സർലാൻഡിലെ പ്രധാനമന്ത്രിക്ക് ആദ്യം ഒരു കത്ത്, ഒരു മെസ്സേജ് അയക്കും. ഞങ്ങൾ ഇന്ത്യൻ ജനത 140 കോടി ജനങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അത് പറയേണ്ട അയാളാണ്. അയാൾക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്കിത് അറിയേണ്ട ആവശ്യം എന്താ? അനാവശ്യ ചർച്ചകളില്ല അതൊക്കെ. ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായി വിചാരിക്കേണ്ട ആവശ്യം എന്താ? എന്താണ് ആവശ്യം? രാജ്യം നിയന്ത്രിക്കാൻ സുശക്തമായൊരു ഭരണകൂടം എന്നുണ്ട്, ഇന്നുണ്ട്. ഇന്ത്യൻ ഭരണകൂടം ഏഷ്യൻ രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ എണ്ണപ്പെട്ട ഭരണകൂടം നമുക്കുണ്ട്. സുശക്തമായ സൈന്യമുണ്ട്, അവനോ ലഭിച്ചിട്ടുണ്ടല്ലോ.
ഈശും കൂടി കൂടേണ്ട ചിലപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ സാമ്പത്തികം തീർന്നു നിൽക്കുക, അപ്പം എന്നെയും കൂട്ടേണ്ടതുണ്ട് നമ്മൾ. അപ്പം സർക്കാർ തന്നെ എൻ്റെ വീട്ടിൽ വിവരം വരും. യുദ്ധ ഫണ്ടിലേക്ക് എല്ലാവരും ഓരോ വീട്ടുകാരും 1000 രൂപ കൊടുക്കേണ്ടതാണ്. അപ്പോൾ കൊടുക്കല്ലോ. അതിലിപ്പോൾ നിനക്ക് ചെയ്യേണ്ടത് എന്താ? അതിൽ നിനക്ക് ചെയ്യേണ്ടത് എന്താ? പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായി എന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ഉണ്ടാകുന്നത് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഈ പറയും സോഷ്യൽ മീഡിയയിൽ. അത് ജനങ്ങൾക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാക്കും. ആണോ അല്ലേ? മനുഷ്യൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയ പറയും. ചില വിഡ്ഢികളായ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ആ സമയത്തും വെറുതെ ഇരിക്കൂല. വെറുതെ കുഴപ്പങ്ങൾ സോഷ്യൽ മീഡിയ വഴിയെങ്കിലും ഒരു മോശപ്പെട്ട കമന്റ് ഇടും. അത് അവനെയും അവന്റെ രാജ്യത്തെ അവന്റെ സമുദായത്തെയും ബാധിക്കും. ഇന്ന് നമ്മൾ ഈ പറയുന്ന ജനറൽ നോളജുകൾ നമുക്ക് നൽകിയത് എന്താണ്? രോഗങ്ങൾ, BP കൂടൽ, ഭയം, ഷുഗറിന് പ്രധാനപ്പെട്ട കാരണം. ഷുഗർ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം, ഉറക്ക ഡിസോർഡർ ആണ്, ടെൻഷൻ. എൻ്റെ ഉറക്ക ഡിസോർഡർ ആകാൻ കാരണം ടെൻഷൻ. ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഉറക്കുള്ളൂ. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ വാപ്പയും അച്ഛനും പോയി തിരിച്ചു വരാം. അപ്പോൾ ഞാൻ അവരെ എയർപോർട്ടിൽ ഇന്നൊരു വരുന്നത് ഏകദേശം 1 മണിയാണ്. ഫ്ലൈറ്റ് വന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏകദേശം എത്രയും 2-2:30 മണിയാണ്. അപ്പോൾ ഞാൻ ഉറക്കം ഒഴിവാക്കണം. എന്നോട് എൻ്റെ ഉടമ പറ്റിയ ആളുകളാണ്. ഇന്നലെ ഞാൻ ഉറക്കം ഒഴിവാക്കേണ്ടിയില്ലല്ലോ. അതേസമയത്ത് ഇന്നലെ എനിക്ക് ഉറക്കം ഒഴിവാക്കേണ്ടി വരും. എപ്പോൾ ഞാൻ ടെൻഷൻ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ടെൻഷനിൽ വലിയൊരു ശതമാനം പത്രത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നു പോവാണ്. അപ്പോൾ ടെൻഷൻ കാരണം ഉറക്കം ഒഴിവാക്കിയോണ്ട് പിറ്റേന്ന് രാവിലെയുള്ള പണി വൃത്തിയാതയില്ല. ഒന്ന്, എനിക്ക് എന്ത് കൂടുകയും ചെയ്തു? ഷുഗറും കൂടി, BP കൂടി. അത് അറിഞ്ഞോണ്ടല്ലേ. ഈ അറിവുകൊണ്ട് എന്താ സമൂഹത്തിൽ കാര്യം? കാര്യമില്ലല്ലോ. എന്താ കാര്യം? ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു തെറ്റ് PK കുഞ്ഞാലിക്കുട്ടിയോ സതീശനോ രമേശ് ചെന്നിത്തലയോ അറിയുക സ്വാഭാവികമാണ്. അവരത് അറിയണം. കാരണം അവരെ ഏൽപ്പിച്ചു. നമ്മളതിൻ്റെ എന്താ കഴിയും? ആളെ മാറ്റാൻ നമുക്ക് കഴിയും? മാറ്റാൻ പറ്റിയ ആളുകളെയും ആളെ തിരുത്താൻ പറ്റിയ ആളുകളെ നമ്മൾ നിയമസഭയ്ക്ക് അയച്ചിട്ടുണ്ടല്ലോ. അവരല്ലേ അറിയേണ്ടുള്ളൂ. അവരെ കയ്യിൽ നിന്നും പരിധി വിട്ടു പോകുകയാണെങ്കിൽ അവർ നമ്മളെ നാട്ടിൽ ഇറങ്ങി വരും. നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ പ്രതികരിക്കണം. അപ്പം നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. അപ്പം ഒത്തിരി ആവശ്യമുള്ളൂ. ഇന്ന് ചേർന്നിട്ട് എന്താ കാര്യം? നമ്മുടെ മുഖ്യമന്ത്രി നല്ല മുഖ്യമന്ത്രി അല്ലാന്ന് ഈ ചിന്നറിന്റെ എന്താ കാര്യം? നിനക്കെന്താ കാര്യം? അതിപ്പോ തെരഞ്ഞെടുപ്പില്ലല്ലോ. ഈ മുഖ്യമന്ത്രിയും ഭരണക്രമവും മാറ്റേണ്ടതാണ് എന്നുള്ളത് നിനക്കതിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ബാലറ്റ് പേപ്പറിൽ കുത്തല്ലേ? അത് 5ാമത്തെ കൊല്ലത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് ചെയ്യേണ്ട കാര്യമല്ലേ? അത് നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഒരു ആളുണ്ടല്ലോ. ഇന്ന് 10 വയസ്സിന്റെ കാര്യം BP കൂടി നല്ലാതെ. അവസാന കാലമാകുമ്പോൾ എന്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട നിങ്ങൾ ഇന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന, ഒരു ഭാഗം ആളുകൾ എന്നുണ്ടാവും ഇതാ ഹലറും കിട്ടുള്ളൂ. അവര് നാട്ടിലുണ്ടെങ്കിലും അവരെ ഒരു ഗൗരവമേറിയ ചർച്ചക്ക് അവരെ വിളിക്കൂല. എന്തോ ഭയങ്കര ഗൗരവമുള്ള ചർച്ച, നമുക്കൊന്നും അറിയാത്തില്ല. എണ്ണിമാനാന്ന് കുട്ടികളി. അപ്പൊ നമ്മളെ യോഗ ഉണ്ട് അവിടെ, പിന്നെ മദ്രസയിലോ സ്കൂളിലോ യോഗ. അപ്പൊ എല്ലാവരും നമ്മൾ വിളിക്കുന്ന നേരത്തെ ഒരുത്തം കണ്ട് സോനെ വിളിക്കണം. വെറുതെ ഒരു പയമ്പൊരി ചായം പോയി നല്ലത് ഒന്നുമില്ലാത്തോണ്ട് അപ്പൊ നമ്മൾ വിളിക്കൂല. അതുകൊണ്ട് ആ എണ്ണയും കൂടി, ആ പഴയ എണ്ണയും കൂടി നമ്മളെ ഹൃദയത്തിൽ കയറിയാണ്. നമ്മളെ പള്ളിക്ക് ക്യാൻസർ ഉണ്ടായില്ല, ഓനുണ്ടായിക്കോട്ടെ. ഓനാ എല്ലാ യോഗത്തിൻ്റെ പയമ്പൊരി ഓൻ തിന്നും. പിന്നെ അവസാനം ക്യാൻസറായി വെച്ചു. എന്ത് യോഗത്തിനായതാണോ ക്യാൻസർ ആകാൻ കാരണം? നമുക്ക് ക്യാൻസർ അങ്ങനെ ഉണ്ടായില്ല, കാരണം നമ്മൾ യോഗത്തിന് പോയിട്ടില്ല. ഏത് യോഗത്തിനും ഒരു പഴയ പയമ്പൊരിയും ചായം കിട്ടും. യോഗത്തിന് വന്ന ആളുകളൊക്കെ നമ്മളെ മുക്തമായ ആളുകളായതുകൊണ്ട് നമ്മളെ വീട്ടിൽ ചക്കിലാട്ടിയ എണ്ണയൊന്നും ആകൊണ്ട് ആരും പയമ്പൊരി ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഇതിലറിയാൻ കാര്യം എന്ത്? അള്ളാഹുവിന്റെ ഹബീബ് അവസാന കാലം വരുമ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾ മാറിക്കണം. ആ മാറി നിൽക്കുന്ന ജനതയെ പറ്റി നബി പറഞ്ഞു, അല്ലതിനെ ഇതാഹു, ഒരു നാട്ടിലുണ്ടെങ്കിൽ ഇത് അവരെ ആരും ഒരു വിഷയത്തിന് വിളിക്കൂല. മനസ്സിലായില്ലേ? അവർ നാട്ടിലില്ലെങ്കിൽ യുഫ്തഖദു, ആരും ആളെ പറ്റി അന്വേഷിക്കില്ല. ഉംറക്ക് പോയി ചാടി 1.5 കൊല്ലം ബദർ ബേക്കറിയിൽ ജോലി ചെയ്ത് ജിദ്ദയിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് പള്ളി പ്രസിഡന്റിനെ അടുത്ത് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. അല്ല, എൻ്റെ പിന്നെ മഹലിൻ്റെ പരിസംഖ്യ എത്ര? ഞാനും ഉംറക്ക് പോയിട്ട് ചാടിയതായിരുന്നു. അപ്പോൾ 1-2 കൊല്ലാകാനായി. അതുകൊണ്ട് പരിസംഖ്യ അടച്ചിട്ടില്ല.
അപ്പം പ്രസിഡന്റ് ചോദിക്കാം, ഇജോ എന്നിട്ട് 1.5 കൊല്ലം ഇവിടെ ഇല്ലായിരുന്നു. എനിക്കത് മനസ്സിലാവണില്ല. അല്ല 1.5 കൊല്ലം മുതലാളി അവിടെ ഇല്ലേന്. ആരും എന്നോട് പറഞ്ഞില്ല, പറയില്ല, അങ്ങനെ എണ്ണപ്പെട്ട ഒരാളല്ല. അപ്പോൾ അവസാനം മുതലാളി ഇങ്ങനെ എണ്ണി വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരിസയ്ക്ക് ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് അടച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാൻ ഒരു പണിയില്ലായിരിക്കും. പക്ഷെ പോയ ഒരു പാക പറഞ്ഞു. അപ്പോൾ അവന് ബദർവത്തി കുറച്ച് പൈസ കൊണ്ടുവന്ന് ജോലിയൊക്കെ ചെയ്ത് കൊടുത്ത് ക്ലിയർ ആവും ചെയ്തു. ഇതാ ബാബു അവർ നാട്ടിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇഷ്ടക്കൊന്നും അവരെപ്പറ്റി അന്വേഷിക്കപ്പെടില്ല. കാരണം നാട്ടിൽ എണ്ണപ്പെട്ട ഒരു ആളല്ല. ഇങ്ങനെ റസൂൽ പറയാം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഖുലൂബുഹും മസാബിഹുൽ ഹുദ, അവരുടെ ഹൃദയം ഹിദായത്തിന്റെ വിളക്കുകളായിരിക്കും. ആരും ഒന്നിനും അവനെ വിളിക്കൂല, അവരില്ലെങ്കിൽ ആരും അന്വേഷിക്കൂല. പക്ഷേ ഹൃദയം ഈമാൻ വെച്ച വിളക്കായിരിക്കും. യഖ്റുജൂന മിൻ കുല്ലി ഫിത്നത്തിൻ സൗദാ, ഏത് കറുത്ത ഫിത്ന നാട്ടിലുണ്ടായാലും അതിൽ നിന്നെല്ലാം അവർ പുറത്തായിരിക്കും. നാട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, തല്ലി പോലീസ് കയറ്റം അടിപ്പിടി, നിങ്ങളറിയില്ല. എൻ്റെ വീട്ടിലും വരില്ല. എന്തുകൊണ്ട്? ആ ഭാഗത്തേക്കാരും പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടിൽ വരില്ല. ഇനി ഏതെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ തന്നെ എനിക്ക് എന്താ അറിയില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ പോലീസിൽ വെറുതെ നേരം മുടക്കി കളയാൻ ഈ ജാതിയിൽ എൻ്റെ മണ്ണൻ്റെ പേരിലെ കളയൊക്കെ ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് ഒരാളെ, ഒരു രാഷ്ട്രീയ നേതാവിനെ ജയിലിലിട്ടിരുന്നു. ജയിലിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ, നമ്മൾ കഴിഞ്ഞ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ, സാലിയായ മനുഷ്യൻ, ഒന്നും അറിയാത്ത അദ്ദേഹത്തോട് ഒരു വലിയ പണ്ഡിതനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പത്രക്കാർ ചെന്ന് ചോദിച്ചു, അദ്ദേഹത്തെ പരോളിൽ വിട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? മൂപ്പര് മേമ്പെട്ടു. എന്താ മൂപ്പര് അഭിപ്രായം? മൂപ്പർക്കൊന്നും പറയാല്ല. അപ്പോൾ പത്രക്കാർ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, മൂപ്പർക്ക് ജയിലിലിട്ടേ അറിയില്ല, നമ്മൾ പോയത്. നല്ല നേതാവിനെ ജയിലിൽ നിന്ന് പരോളിൽ തൽക്കാലം വിട്ടിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? മൂപ്പര് മേമ്പെട്ടു. മൂപ്പർക്ക് എന്താ അഭിപ്രായം? അതെൻ്റെ പണിയല്ലല്ലോ, അത് ജയിലിൻ്റെ മന്ത്രിന്റെ പണിയല്ലേ, ഞാനിപ്പോൾ അതിൽ ഇടപെടേണ്ടത് എന്താ? മൂപ്പര് മേമ്പെട്ടു നോക്കണേ. മനസ്സിലായി പറഞ്ഞേ? ഏത് കറുത്ത ഫിത്തനകളിൽ നിന്നും അവർ പുറത്തേക്കും. ഇതിനൊക്കെ ഇത്തരം പണ്ഡിതന്മാരെ വരെ സാധ്യപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? അവർ റസൂൽ പറഞ്ഞത് അവർ തലയിൽ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ അവസാന കാലമാകുമ്പോൾ ഒരു കാര്യത്തിനും മുന്നിൽ കയറിക്കരുത്, അത് പരിഹരിക്കാൻ നിങ്ങൾക്കൊട്ട് കഴിയൂല. പിന്നെ കഴിയേണ്ട ആളാണ് ആര്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആ ആള് സ്ഥലത്തില്ലല്ലോ. ആള് സ്ഥലത്തിൽ ആ ആൾ എത്താത്ത കാലത്തോളം ഈ പ്രശ്നമായി കിടക്കും. നിങ്ങൾക്കത് പരിഹരിക്കാനോട്ട് കഴിയൂല. അപ്പൊ ആരാണ് ഹബീബ നബി എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഇതൊക്കെ റസൂലല്ലാഹ്, പുണ്യ റസൂലിനെ ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞു, ഞാൻ സ്മരിച്ചു. അതായത് ഒരാളാണ് പുണ്യ റസൂൽ. പുണ്യ റസൂൽ നീക്കി അൽ ഹർജ, ഏത് കാലത്തെ ഫിത്നയെയും. എന്നെ നബിയോട് ചേർത്തു ദഹ്രി, എന്റെ കാലം. ഞാൻ എൻ്റെ കാലത്തെടുത്ത പണി, ആത്മാർത്ഥമായ പ്രവർത്തനം, ആ കാലം എന്നെ നബിയോട് ചേർത്ത് തന്നിരിക്കുന്നു. ഫസിർത്തു, അങ്ങനെ ഞാൻ ആയിത്തീർന്നു. കമൻ ഹജ്ജ, ഹജ്ജ് ചെയ്തവനെ പോലെ. ഹജ്ജ് എന്നാൽ റജഅക വലദതുഹു ഉമ്മുഹു, ശരിയായ ഹജ്ജാണെങ്കിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ഇരിക്കും. അല്ലാഹു തആല എല്ലാ ഹജ്ജുമാരെയും ഹജ്ജ് സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്തവരുടെ ഹജ്ജൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ബാക്കിയുള്ളവർക്ക് ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? പറഞ്ഞു എന്റെ കാലം എന്നെ നബിയിലേക്ക് ചേർത്തു. കാലത്തിൽ ഞാൻ എടുത്ത സമർപ്പണങ്ങൾ, പ്രവർത്തനങ്ങൾ. ഫസിർത്തു, അങ്ങനെ ഞാൻ ആയിത്തീർന്നു. കമൻ ഹജ്ജ, ഹജ്ജ് ചെയ്തവനെ പോലെ. ഹജ്ജ് ചെയ്തവനെ പോലെ എന്നാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ തിരിച്ചു. എന്റെ ഉറക്കിനെ നഷ്ടപ്പെടുത്തി. ദിക്റുൽ അമീനി, പുണ്യ റസൂലിനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ. ഫലൈലത്തി എന്നിരിക്കുമ്പോൾ എൻ്റെ ഓരോ രാത്രിയും കൽ അൽമിൻ, ഒരു വിശാലമായ ലോകം പോലെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക ലോകത്ത്, എല്ലാവരും ഉറങ്ങും, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ തീർക്കും.
വഖൈറുൽ ഖൽഖി ഖൈറുൽ ഖൽഖായ ഹബീബായ നബി ഖദ് അതഹഫൽ ഫുൽജ ആ വിധത്തിൽ എനിക്ക് വിജയത്തെ സമ്മാനമായി തന്നു. ഞാൻ നബിയെ കൂടെ ആയപ്പോൾ നബി എനിക്ക് വിജയത്തെ സമ്മാനമായി തന്നു. എനിക്ക് പരാജയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി ദിക്റുൽ അമീനി പുണ്യ നബിയെ കുറിച്ചുള്ള സംസാരം. അതിന് കാര്യമുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ ഉറപ്പൊഴിവാക്കിയതിന് കാര്യമുണ്ട്. മറ്റേത് വെറുതെ UDF LDF തല്ലുകൂടിയ കാര്യമുണ്ട്. നെപ്പോളിയൻ ഫ്രാൻസിൽ നിന്ന് ജർമ്മനി ആക്രമിച്ചു. 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് നെപ്പോളിയൻ ആക്രമിക്കുന്നത്. നെപ്പോളിയന്റെ മരണം 819 മറ്റോ ഫ്രഞ്ച് ജർമ്മനി ആക്രമിച്ചു. അന്ന് ജർമ്മനിയിലെ പത്രങ്ങൾ മുഴുവനും പിശാചിനെ തുരത്തുക, നാം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ പത്രത്തിലെല്ലാം, ജർമ്മൻ പത്രങ്ങളിലെല്ലാം ന്യൂസ് വരും. എന്ത്? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, പിശാചി നമ്മളെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ചരിത്രം. ഭയങ്കര പത്രങ്ങൾ എപ്പോഴും മലക്കം മാറി. ഈ മലക്കം മാറിയാൽ ഈ സാധുക്കളായ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇങ്ങനെ അവസാനം ജർമ്മനിയിലെ ഭരണകൂടം പൊളിഞ്ഞു വീണു. ഫ്രാൻസ് നെപ്പോളിയൻ നേതൃത്വത്തിൽ ജർമ്മനി പിടിച്ചടക്കി. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ രക്ഷകൻ പടിവാതിൽക്കൽ. പിശാചിനെ തുരത്തുക എന്ന് പറഞ്ഞ അതേ പത്രം പിന്നെ എന്ത് പറഞ്ഞു? രക്ഷകൻ പടിവാതിൽക്കൽ എത്തി എന്ന് പറഞ്ഞു. ഇതിനിടയിൽ വായിക്കണ ഇവൻ കുതിരാവുന്നല്ലാതെ എന്താ കാര്യം? നമ്മൾ ആവശ്യമില്ല. ആ ഉറക്കൊഴിവാക്കലിന് ഒരു അർത്ഥമില്ല. അത് 2 മണി വരെ ഉറക്കൊഴിവാക്കി UDF LDF പറഞ്ഞ് തല്ലുകൂടി. അയൽവാസികൾ തമ്മിൽ തെറ്റി. ഒരുത്തം ഹജ്ജിന് പോയപ്പോ വരെ പറഞ്ഞിട്ട് മറ്റോ മിണ്ടിയില്ല. ഞാൻ ഹജ്ജിന് പോവുകയാണ്, ഹജ്ജിന് പോയാൽ എന്നോട് പറഞ്ഞില്ല. എന്നോട് അന്ന് UDF പറഞ്ഞ് തെറ്റിയതാണ്. അതിലും അത്തരം ഉറക്കൊഴിവാക്കലിന് കാര്യമല്ല. പക്ഷെ അരിയക്കുനി എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുക ദിക്റുൽ അമീനി, അമീനായ അള്ളാഹുവിന്റെ അമീനായ ഹബീബ നബിയെ പറ്റിയുള്ള വാക്കുകളാണ്. അതിന് കാര്യമുണ്ട്. അള്ളാഹു റസൂലിനെ പറഞ്ഞിട്ട് എന്റെ ഉറക്കൊഴിവാക്കിയാൽ അള്ളാഹു സ്വീകരിക്കും. മുഹമ്മദ് മുസ്തഫാനെ ലൈലത്തി, അപ്പോൾ എന്റെ രാത്രിക്ക് അൽമീൻ ഒരു വിശാലമായ ലോകം പോലെയാണ്. അവിടെ ഞാൻ ഒറ്റക്കാണ്, എല്ലാവരും ഉറങ്ങും. ഖൈറുൽ ഖൽഖായ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദ് അതഹഫ നബി സമ്മാനമായി തന്നിരിക്കുന്നു അൽ ഫുൽജ, വിജയത്തെ എനിക്ക് സമ്മാനമായി തന്നു. പിന്നെ ഹവാ അഖറബത് തദ്കാരി ഖൽബി വഇന്നഹു മതദ്ദഹരി ലാ യുൽഫാ യുഫാരിഖു ദൽ ബുർജാ. സ്മരണയുടെ രാശി വലയം ചെയ്തു കൽബി, എന്റെ ഹൃദയത്തെ. സ്മരണയുടെ രാശി വലയം ചെയ്തിരിക്കുന്നു കൽബി, എന്റെ ഹൃദയത്തെ. ഇന്നഹു, അത് മദദ്ദഹരി, കാലാകാലവും എന്നെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അതൊരു സാഹിത്യമാണ് പറഞ്ഞത്. അതായത് ഓരോരുത്തരുടെയും അത് രാശിവിശ്വാസം എന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. ഓരോരുത്തരുടെയും അവരുടെ നക്ഷത്ര രാശിയുടെ സ്വാധീനം ഉണ്ടാവുന്നു. എൻ്റെ നക്ഷത്ര രാശി, അത് കവി പറയുന്നത് എന്താണ്? എൻ്റെ നക്ഷത്രം ആർക്ക് നോക്കിയാലും ഞാൻ നബിയിൽ ലയിച്ചു പോയ വ്യക്തി തന്നെ പറയാൻ പറ്റുള്ളൂ. ഇന്നഹു മദദ്ദഹരി, കാലാകാലവും നബിയുടെ സ്മരണയിലാണ് ഞാനുള്ളത്. ലാ യുൽഫ, എത്തിക്കപ്പെടുകയില്ല. യുഫാരിഖു, വിട്ടുപിരിയുന്നതായിട്ട്. ദൽ ബുർജ, ആ രാശിയെ ഞാൻ വിട്ടുപിരിയുന്നതായി ഒരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഏതെങ്കിലും നക്ഷത്രഭാര ഫലം അറിയുന്ന ഒരാൾക്ക് നബിയെ സ്മരിക്കുന്നവൻ്റെ നക്ഷത്രം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഞാനായിരിക്കും. ഒരിക്കലും അതിൽ വർത്തമാനമാണ് സാധാരണ പറയുമ്പോഴത്തെ ഒരു വർത്താനം. എനിക്ക് എൻ്റെ പണി എന്താ? സാധാരണ നബിയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്ന് പറഞ്ഞാൽ സ്മരണ, നബിയെ പറ്റിയുള്ള സ്മരണയുടെ രാശി വലയം ചെയ്തു കൽബി, എൻ്റെ ഹൃദയത്തെ. ഇന്നഹു, അത് മദദ്ദഹരി, കാലാകാലവും അങ്ങനെയാണ്. എൻ്റെ രാശിയിൽ നബിയുടെ സ്മരണ മാത്രമേ ഉള്ളൂ. എനിക്കതല്ലാത്ത വേറെ പണിയില്ല. ലാ യുൽഫ, അകയാൽ എത്തിക്കപ്പെടുകയില്ല. യുഫാരിഖു, എൻ്റെ ഹൃദയം വിട്ടുപിരിയുന്നതായിട്ട് ദൽ ബുർജ, ആ നക്ഷത്ര രാശിയോട്. നബിയെ സ്മരിക്കുക എന്ന നക്ഷത്ര രാശിയിലാണ് ഞാനുള്ളത്. അങ്ങനെ ഒരാൾക്ക് നക്ഷത്ര രാശിയെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെതായിരിക്കും. സദാസമയവും ഞാൻ നബിയുടെ സ്മരണയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. نشوت بذكر المصطفى قبل نشأتي أيا عاذلي دعني فقلبي به لجا.
നശൗത്തു ഞാൻ ഉത്ഭവിച്ചു ബിദിക്രിൽ മുസ്തഫ, നബിയെ പറഞ്ഞുകൊണ്ട് ഖബ്ല നശഅതി, ഞാൻ വളരുന്നതിന് മുമ്പേ ഞാൻ നബിയെ പറഞ്ഞു വളർന്നവനാണ്. ആ പറഞ്ഞത് നമ്മളെ പോലത്തെ മനസ്സിലാവില്ല. ബാബ മുരുകീൻ കുതുബായി വന്നോർ വനം അതേലീലും കെളിമികന്തോർ. ബാബ മുതുകിൽ നിന്ന് കുത്തുബായി വന്നോർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ പോലെ. അപ്പോൾ ബാപ്പാന്റെ മുതുകിൽ വെച്ച് തന്നെ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കാര്യമല്ല. അതായത് ഞാൻ ആലമുൽ അർവാഹിൽ തന്നെ നബിയുടെ കൂടെയാണ്. അതാണ് പറഞ്ഞത്, നശൗത്തു ഞാൻ ഉത്ഭവിച്ചു ബിദിക്രിൽ മുസ്തഫ, നബിയെ പറഞ്ഞുകൊണ്ട് ഖബ്ല നശഅതി, ഞാൻ ഉത്ഭവിക്കുന്നതിന് മുമ്പേ. അതായത് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആരുടെ കൂടെയാണ്? റസൂലുള്ളാഹിയുടെ. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രം പറയുന്ന കാര്യമാണ്. അതുപോലെ അതാണ്, അത് ഈ മനുഷ്യന് സാധാരണ ആളല്ല. അതുകൊണ്ട് എല്ലാ വാരികളും നമുക്ക് സാധാരണ അർത്ഥം വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ, ഞാൻ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നബിയെ പറഞ്ഞുകൊണ്ട് ഉത്ഭവിച്ചു. അപ്പൊ ഈ ലോകത്തെ ജീവിതം മനസ്സിലാക്കിയ പോരതിന് ആ മനുഷ്യന് സ്വന്തം പഴയകാല ജീവിതം ഓർമ്മ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ എന്നാണ് നബിയെ ചോദിച്ചു, ആദം അലൈഹിസ്സലാം മണ്ണിനും വെള്ളത്തിനടിയിൽ കിടക്കുന്നു, ഞാനൊന്ന് നബിയെ എന്റെ പണിയെടുക്കുന്നുണ്ട്. അതിപ്പോ ഈ ലോകത്ത് വരറിഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ ഓമന മുഹമ്മദിനെ ഓത്തിനയക്കാതിരുന്നത്. ഓത്തിനയച്ചാണെങ്കിൽ പിന്നെ അടുത്ത കാലത്ത് വരെ മാത്രമേ ഇട്ടുള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞത്. അത് അത് വേറെ വിവരമാണ്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ എന്ന് വന്നു എന്ന് അവർക്ക് പറയാൻ കഴിയും. അന്ന് എന്തൊക്കെ ഉണ്ടായി എന്ന് പറയാൻ കഴിയും, എല്ലാം പറയാൻ കഴിയും. കാരണം അവർക്ക് അവരുടെ ആ നുത്ഫത്ത് ഒരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം ഓർമ്മ വിട്ടുപോകുകയല്ല. നമുക്കങ്ങനെയല്ല. നമുക്ക് ഇന്നലെ കഴിഞ്ഞൊന്നും ഓർമ്മയില്ല. ഇന്നലെ കഴിച്ച ഭക്ഷണം ഇപ്പോൾ ഓർത്തിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂർ തന്നാലും എനിക്ക് കഴിയൂല. ഇന്നലെ എന്തൊക്കെ ആരൊപ്പൊക്കെ കൂടി. ഇപ്പം സൈനോട് എപ്പോഴാണെങ്കിൽ അവനോട് ചോദിക്കും, അല്ല ഇന്നലെ ഇപ്പം നമ്മൾ ഇട്ടെടുക്കും. പിന്നെ നമ്മൾ ആദ്യം എടുക്കാൻ പോയത് നമ്മൾ ബീച്ചിൽ പോയി. ബീച്ചിലെത്തിയപ്പോൾ 8:00. എങ്ങനെ 8:30? അതിനിടയ്ക്ക് നമ്മൾ ആ മറ്റേ ബോംബെ ഹോട്ടലിൽ പോയി നമ്മൾ ചായ എന്ന് കുറിച്ച് പോകും. അപ്പോൾ 9:15 ആയിട്ടില്ലേ? എനിക്ക് അന്ന് ഓർമ്മയില്ല. നമുക്ക് ഇന്നലെ കഴിഞ്ഞൊന്നും ഓർമ്മയില്ല. അവർക്ക് ആലമുൽ അർവാഹിൽ കഴിഞ്ഞ് ഇപ്പോൾ ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ട്. അവർക്ക് ഓർമ്മയില്ലാത്തൊന്നും ഉണ്ടാവില്ല. അവർ ഓർമ്മ മറക്കൂല. ദോഷങ്ങൾ മനുഷ്യന്റെ ഓർമ്മയെ ഇല്ലാതാക്കും. ദോഷങ്ങൾ മനുഷ്യന്റെ ഓർമ്മയെ ഇല്ലാതാക്കും. ഒരു പെണ്ണിന്റെ കാലിന്റെ ഒരു വെള്ളയുടെ അല്പഭാഗം കണ്ടപ്പോൾ ഇമാം ഷാഫിഈ ഒന്ന് നോക്കിപ്പോയി. പിറ്റേന്ന് ഉസ്താദിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ പഠിച്ചത് ഓർമ്മയില്ല. അപ്പോൾ ചോദിച്ചു, എന്തേ പറ്റി മോനെ? നിന്റെ വിജ്ഞാനം കൽബിൽ കൊത്തിയതുപോലെയാണല്ലോ, കല്ലിൽ കൊത്തിയതല്ലേ, അതിങ്ങനെ വരാൻ പാടില്ലല്ലോ, എന്നിൽ തെറ്റിയിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ കാല് കണ്ടപ്പോൾ നോക്കിപ്പോയിട്ടുണ്ട് ഒരു വട്ടം. ശകൗതു വകീഅൻ ശുസൂ ഹിഫ്ളി, എനിക്ക് മനഃപ്പാടമാക്കുന്നതിൽ മനഃപ്പാടമാക്കി കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഫൗസാനി, അപ്പോൾ വക്കീഅ റളിയല്ലാഹു അൻഹു എന്നെ ഉപദേശിച്ചു, ബിതർക്കിൽ മഅസി, എല്ലാ ചെറുദോഷങ്ങൾ പോലും നീ ഒഴിവാക്കണം, ഒക്കെ ഒഴിവാക്കണം. ഇപ്പം എൻ്റെ ഒരു പെണ്ണിൻ്റെ കാലിൻ്റെ ഒരു അല്പഭാഗം കണ്ടതാണ് പഠിച്ച മറന്നത്. ആ നിലക്കൊക്കെ പഠിച്ചോ നമുക്കൊക്കെ വലിയ അനുഗ്രഹം ചെയ്തു. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് പെണ്ണുങ്ങളെയും കുട്ടികളും വരെ ഓർമ്മയില്ലാത്ത അവസ്ഥയിലെത്തണം. കാരണം ആജാദി മൊബൈലിലൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മക്ക് അല്ലാഹു തആല ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അത് ഇമാം ഷാഫിക്ക് അങ്ങനെ ഒരു ഓർമ്മ കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ മഹാനാണ്. അതുകൊണ്ടാണ് നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് നമ്മൾ ചെയ്ത തെറ്റിന് കയ്യും കണക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ഇൽമി എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശമാണ്. അള്ളാഹിന്റെ പ്രകാശം അള്ളാഹു ദോഷികൾക്ക് കൊടുക്കാറില്ല. അപ്പൊ നീ ദോഷം ഒരല്പം വന്നാൽ മറന്നു, പിന്നെ മറന്നിട്ടുമില്ല, പിന്നെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചില്ല. എന്തിപ്പ തെറ്റ്? ഒരു പെണ്ണിന്റെ കാലിന്റെ വെള്ളന്റെ അല്പഭാഗം കണ്ടുപോയി, അതുമില്ല. പിന്നെ എങ്ങനെയുണ്ട്? ചിന്തിക്ക്. മാബൈന സദിയൈനി ഹുസൂലുൽ ഇൽമി,
അത് ഇമാം നവവിയോ മറ്റോ പറഞ്ഞൊരു വാക്കാം. മാബൈന സദിയൈനി ഹുസൂലുൽ ഇൽമി, രണ്ട് മുലകൾക്കിടയിലാണ് വിജ്ഞാനം കരസ്ഥമാക്കൽ. ഇതൊരു മഹാനായ ആൾ പറഞ്ഞതാണ്. മാബൈന സദിയൈനി ഹുസൂലുൽ ഇൽമി, രണ്ട് മുലകൾക്കിടയിലാണ് വിജ്ഞാനം കരസ്ഥമാക്കൽ. സദിയുൽ ഉമ്മിഹി വ സദിയു സൗജ, ഒന്ന് ഉമ്മാന്റെ മുലയും ഒന്ന് ഭാര്യയുടെ മുലയുമാണ്. ഉമ്മാന്റെ മുലയിൽ നിന്ന് ഭാര്യയുടെ മുലയിൽ എത്തുന്നതിന് മുമ്പ് വിജ്ഞാനം കരസ്ഥമാക്കി പോകണം. ഉമ്മാന്റെ മുലയിൽ എത്തുന്ന കാലത്ത് വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയില്ല. ഭാര്യയുടെ മുലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും കഴിയില്ല. അത് രണ്ടിൻ്റെ ഇടയിൽ വല്ലതും പഠിക്കാൻ വിചാരിച്ചിരിക്കണേ പെണ്ണിട്ട് മുമ്പ് പഠിച്ചോ, പെണ്ണിട്ട് കാണക്കൂല, പിന്നെ ഓള് പഠിപ്പിക്കും. എന്താണത്? നവവിയോ ഹൗഫൽ ആഫത്തി, അതുകൊണ്ടാണ് ഇമാം നബി കല്യാണം കഴിക്കാതിരുന്നത്. ജീവിതം മുഴുവൻ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി മാറ്റിച്ചപ്പോൾ രണ്ടാമത്തെ മുലയിലേക്ക് പോയില്ല. മാബൈന സദിയൈനി ഹുസൂലുൽ ഇൽമി, വിജ്ഞാനം കരസ്ഥമാക്കൽ രണ്ട് മുലകൾക്കിടയിൽ മാത്രമാണ്. സദിയുൽ ഉമ്മി, ഒന്ന് ഉമ്മാന്റെ മുല, സദിയു സൗജത്തി, ഭാര്യയുടെ മുല. ഇതാണ് പറഞ്ഞതിനൊക്കെ പുരുള്ളത്തൽ. ഭാര്യയുടെ മതിലെത്തി നമ്മൾ വിജ്ഞാനം കേൾക്കും, ഓർമ്മയില്ല. അതിപ്പോ കഴിഞ്ഞ ക്ലാസ് ഓർമ്മയുണ്ടോ? പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ടോ? രണ്ട് മുലകൾക്കിടയിലെ വിജ്ഞാനം സമ്പാദിക്കാൻ കഴിയും. ഒന്ന് ഉമ്മാടെ മുലയും ഒന്ന് ഭാര്യയുടെ മുലയുമാണ്. ഞാൻ ഉത്ഭവിച്ചു ബിദിക്രിൽ മുസ്തഫ, നബിയെ പറഞ്ഞുകൊണ്ട് തന്നെ. ഖബല നശ്യത്തി, ഞാൻ ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉത്ഭവിച്ചു, നബിയെ പറഞ്ഞുകൊണ്ട് ഉത്ഭവിച്ചു. അതുകൊണ്ട് ആക്ഷേപിക്കുന്നവനെ ദഅനി, എന്നെ നീ വിടുക. ഫഖൽബി, എന്റെ ഹൃദയം, ബിഹി, നബിയെ കൊണ്ട് ലജ്ജ, ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവിടുന്ന് എന്നെ എടുക്കാൻ കിട്ടൂല. മുസ്തഫ ഖബല നശ്അതി, എന്നാൽ ആക്ഷേപിക്കുന്നവൻ. ആക്ഷേപിക്കുന്നവനെ ദഅനി, നീ എന്നെ വിട്, എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നബിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് എന്നോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നബിയെ പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടക്കൂല. ഞാൻ നബിയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലെ ആക്ഷേപിക്കുന്നവനെ ദഅനി, എന്നെ നീ വിടുക. ഫഖൽബി, എന്റെ ഹൃദയം, ബിഹി, നബിയെ കൊണ്ട് ലജ്ജ, ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നബിയുടെ ഓർമ്മയിൽ സ്മരണയിൽ ആഴത്തിൽ ഇറങ്ങിയത് കൊണ്ട് എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ആക്ഷേപിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. ഞാൻ നബിന്ന് വിട്ടുപോകില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. هلفت يمينا إنني الدهر ناسج لأمداح خير الخلق يا نعمة نجا. ഹലഫ്തു, ഞാൻ സത്യം ചെയ്തു, യമീനൻ, സത്യമായിട്ടും. രണ്ടിനർത്ഥം സത്യം തന്നെയാണ്. ഇന്നനി, തീർച്ചയായും ഞാൻ, അദ്ദഹ്റ, കാലം മുഴുവനും, നാസിജുൻ, ഞാൻ നെയ്തു കൂട്ടുന്നവനാണ്. ലി അംദാഹി മദ്ഹിൽ ഖൈറുൽ ഖൽഖി, ഖൈറുൽ ഖൽഖിന്റെ മദ്ഹുകളെ നെയ്തു കൂട്ടുന്നവനാണ്, നെയ്തു കൂട്ടും ഞാൻ എന്ന് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബിനോട്. യാ നിഅമത്തുൻ തന്നസ്ജ, അത് വല്ലാത്തൊരു നെയ്തു കൂട്ടൽ തന്നെയാണ്. എൻ്റെ വാക്കും പ്രവൃത്തിയും എഴുത്തൊക്കെ ആരെ പറ്റിയിരിക്കും? അത് ഞാൻ സത്യം ചെയ്തതാണ്. ഞാൻ നബിയെ പറ്റി പറയുള്ളൂ. അലഫ്തു, ഞാൻ സത്യം ചെയ്തു, യമീനൻ, സത്യമായി തന്നെ. ഇന്നനെ, തീർച്ചയായും ഞാൻ, അദ്ദഹ്റ, കാലാകാലവും, നാസിജുൻ, നെയ്തു കൂട്ടുന്നവനാണ്. നസജ, നെയ്തു, നാസിസ്, നാസിജ്, നെയ്യുന്നവൻ. എന്തിനെ നെയ്തു കൂട്ടുന്നു ഞാൻ? ലി അംദാഹി ഖൈറുൽ ഖൽഖി, ഖൈറുൽ ഖൽഖായ പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹുകളെ. യാ നിഅമത്തൻ നസ്ജാ, നബിയെ പറ്റിയുള്ള കവിതകൾ നെയ്തു കൂട്ടുക എന്ന അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. യാ നിഅമത്തൻ, ഓ അനുഗ്രഹമേ, നസ്ജൻ, നബിയെപ്പറ്റി നെയ്തു കൂട്ടുക എന്ന വല്ലാത്ത അനുഗ്രഹമേ, അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ
لأمداح خير الخلق يا نعمة النسجا طويت به نشر العلوم وإنني مرجت به البحرين يا حبذا مرجا طويت ഞാൻ ചുരുട്ടി ബിഹിയ നബിയെ കൊണ്ട് നഷ്റൽ ഉലൂമി വിജ്ഞാനത്തിൽ പുറത്ത് പരന്നു കിടക്കുന്ന എല്ലാ വിജ്ഞാനവും ഞാൻ എന്നിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതായത് അറിയേണ്ടതെല്ലാം എനിക്ക് റബ്ബ് അറിയിച്ചെന്നു. ആര് കാരണമായിട്ട്? തവൈത്തു ഞാൻ ചുരുട്ടിക്കൂട്ടി ബിഹി നബിയെ കൊണ്ട് നഷ്റൽ ഉലൂമി പരന്നു കിടക്കുന്ന വിജ്ഞാനങ്ങളെ മുഴുവൻ എന്നിലേക്ക് കൂട്ടി. ഇന്നനി തീർച്ചയായും ഞാൻ മറജിത്തു കലർത്തിയിട്ടുണ്ട് ബിഹി നബിയെ കൊണ്ട് അൽ ബഹ്റൈനി രണ്ട് സമുദ്രങ്ങളെ. യാ ഹബ്ബദാ മർജ വല്ലാത്തൊരു കലർത്തൽ തന്നെയാണ്. അതായത് ഇൽമുൽ ലാഹിറും ഇൽമുൽ ബാത്തിനും ഞാൻ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. എനിക്കതും അറിയും ഇതും അറിയും. അതിൻ്റെ കൽബിൽ കൂട്ടിക്കലർത്തി തന്നെ ഇൽമുൽ ലാഹിർ ഇവിടെ ഉണ്ട്, ഇൽമുൽ ബാത്തിനും ഇവിടെ ഉണ്ട്. കിതാബിൽ നിന്ന് കിട്ടുന്നവരുണ്ട്, കിതാബിൽ ഒരു കാലത്ത് കിട്ടാത്തവരും എൻ്റെ അവിടെ ഉണ്ട്. അതാരെ കൊണ്ട് കിട്ടിയതാണ്? നബിയെ കൊണ്ട് ഞാൻ എന്നിലേക്ക് ചുരുട്ടിയതാണ്. അത്ര ആളുകൾക്ക് അറിയാത്തൊരു വിവരമുണ്ടാവില്ല. മനസ്സിലാണ്? എത്ര ആളുകൾ അറിയാത്തൊന്നും ഉണ്ടാവില്ല. എന്നോട് എൻ്റെ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പീഡിയക്കൊലിൻ്റെ മുകൾ ഭാഗത്ത് ഇരിക്കുന്ന ഒരു വലിയ ആരാന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയ അങ്ങനെ ഒരു വലിയ അങ്ങനത്തെ വലിയ അപ്പം ആ വലിയ പിന്നെ എന്ത് നടന്നു പോവുകയെ ഞാൻ ഇവിടെ ഇരിക്കെ എന്തോ ആകട്ടെ ഒരു സംഘം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിക്കപ്പ് നിർത്തിയിട്ടിട്ട് ആ പിക്കപ്പിൽ നിന്ന് സാധനം ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ പറഞ്ഞു, ഒരു ലേശം അങ്ങോട്ട് വണ്ടി മാറ്റിയിടുന്നു. അപ്പം ഈ മഹാൻ പറഞ്ഞുകൊണ്ട് അവരത് കേട്ടു. കാരണം എന്തിനാ മാറ്റി ഞങ്ങൾ എന്താ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോകുമല്ലോ, മാറ്റിയിട്ടുണ്ടെന്ന് ഒരു ചോദിച്ചില്ല. കാരണം അവിടെ ഒരു സത്യസന്ധനായ വലിയൊരു മഹാനാണ്. അപ്പം മാറ്റിയിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞില്ല, തേങ്ങാക്കൊല ഒന്നിച്ച് പൊട്ടിച്ചാടി. ഇതിനോട് സംഭവം കളവ് പറയാൻ സാധ്യതയില്ലാത്ത ഒരാൾ പറഞ്ഞാണ്. ആളെയൊക്കെ എനിക്കറിയാം. ഞാൻ ഇമ്മൽ പിറ്റനുണ്ടാണ്ട് ഞാൻ പറയാത്തതാണ്. എന്ത് ഇത് പൊട്ടിച്ചാടാനുണ്ടെന്ന് അവർക്കറിയും. അത് അള്ളാഹു അറിയിച്ചു കൊടുക്കും. നേരെ മറിച്ച് അത് ഇവരത് ശ്രദ്ധിക്കൂല. തേങ്ങാക്കൊല പൊട്ടിച്ചാണ്ട് ഓരോ ശ്രദ്ധയില്ല, ആരെ ശ്രദ്ധയിലുമില്ല. തേങ്ങാക്കൊല ഇടും, തേങ്ങ ഇടല്ലാരോ തേങ്ങാക്കൊല പൊട്ടിച്ചാടുകയാണ്. ആ പൊട്ടിച്ചാടൽ മതി എന്ത്? ആ ലോഡ് ഇറക്കുന്ന മനുഷ്യന്മാർ സാധുക്കളാണ്. ഞാനാ പിന്നെ കപ്പലിനെ ഓട്ടപ്പെടുത്താനുള്ള കാരണം എന്താ? ഇത് മിസ്കിമാരെ കപ്പലാണ്, പലതും ഉപജീവനം നടത്തുകയാണ്. ഇത് നല്ല കപ്പലാണ്. കണ്ടാൽ ഇത് ചെല്ലുന്ന തുറമുഖത്തെ രാജാവിൽ ദൗർബല്യമുണ്ട്. നല്ല കപ്പലെല്ലാം അയാൾ പിടിച്ചിറക്കും. അതുകൊണ്ടാണ് ഞാൻ കോടാലി എടുത്തിട്ട് അവിടെ ഇവിടെ വെട്ടിപ്പൊളിച്ചു. കോടാലിൻ്റെ കുറച്ച് പരിക്കുകൾ ഈ കപ്പലിനുണ്ടാവുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് ഇനിയും കാലങ്ങളോലൊക്കെ ഉപജീവനം നടത്താൻ കഴിയും. അതേസമയത്ത് ഈ വർണ്ണ ഭംഗിയിൽ മുന്നോട്ട് പോയാൽ ഈ കപ്പലിനെ ആ രാജാവ് പിടിച്ചെടുക്കും, ഇവരെ മക്കൾ പട്ടിണിയിലാവും. ഇതിപ്പോ വരാകാരിയല്ലേ? ഇത് വരാകാരിയല്ലേ? മനുഷ്യൻ ഇത് വരാകാരിയാണല്ലോ. അമ്മ സഫീനത്തു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹ്രി ഫഅറദ്തു അൻ അഇബഹാ വകാന വറാഅഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ വസ്ബൻ പിടിച്ചടക്കൽ. അക്രമമായി കൊള്ളയിൽ പിടിച്ചടക്കും ആ രാജാവ്. അയാളുടെ തുറമുഖത്തെത്തിയാൽ അയാൾ നല്ല കപ്പലൊക്കെ പിടിച്ചെടുക്കും. ഇതാകട്ടെ ആരെ കപ്പലാണ്? ഏതോ ബിനാമിയുടെ കപ്പലല്ലത്, ഏതോ വലിയ മാൽദാര മന്നന്റെ കപ്പലല്ല. പിന്നെ ആരുടെ കപ്പലാണിത്? ഈ മസാക്കീന മിസ്കിമാരെ കപ്പലാണ്. യഅമലൂന ഫിൽ ബഹരി, അവർ സമുദ്രത്തിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ്. വലിങ്ങനെ തൊഴിൽ കിട്ടാനില്ല. കിട്ടിക്കണേ മലയാളിയാവൂലേ? പിന്നെ മിസ്കിമാർ അറിയാൻ പറ്റില്ലല്ലോ. കാലങ്ങളായി ഇവരെ ഉപജീവനം മാത്രമാണ് എന്ത്? ഈ കപ്പലിലൂടെ ആളുകൾ ഷിപ്പിലെ ആളുകൾ അടിക്കുക. ഏതോ കാലത്തെ കഥയാണ്. ചുരുങ്ങിയതൊരു 10,000 കൊല്ലമുള്ള സംഭവം. 3,500 കൊല്ലമുള്ള സംഭവം. അത് ഷിപ്പിൽ ആളടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനെന്തോ ചില്ലറ പൈസ കിട്ടും. അതുകൊണ്ട് വിജയം നടത്തവർക്ക് വലുതൊന്നും കിട്ടൂല, മുതലൊന്നും ആവൂലവര്. 7ഓളം കടൽ തൊഴിലാളികളെ കപ്പലാണത്. ഇത് വരാൻ കാര്യം ഇവർ മഹാനായ ഖദർ പറഞ്ഞു. അങ്ങനെയാണ് അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. മനസ്സിലാണ്? അതാണ് പറഞ്ഞത്.
അതാണ് ആന്തരജ്ഞാനങ്ങൾ. അതൊരാൾക്കും അറിയൂല, പക്ഷെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അറിയും. ഒരിക്കൽ വരാൻ കാര്യം നാളെ നടക്കുന്ന കാര്യം പറഞ്ഞു. തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരോട് ഒരാൾ പോയി, ഞാൻ ഗൾഫിൽ പോവാണ് ദ്വാരക്കണം, ബോംബെയിൽ പോയി പോരുകയാണ്. പിന്നെയും പറഞ്ഞു ഗൾഫിൽ പോവാണ്. പണ്ട് ബോംബെ വഴി പോയിട്ട് പോലെ അവർ ബോംബെ പോയി പോരുകയാണ്. പലവട്ടം പറഞ്ഞു. അപ്പോഴൊക്കെ പറഞ്ഞു എന്ത് ബോംബെ പോയി പോരുക. കുറച്ച് ദിവസം കഴിഞ്ഞു, അവരെ മുന്നിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി രാവിലെ. അപ്പോൾ പറഞ്ഞു, മറ്റൊപ്പം ബോംബെ നോക്കണമല്ലോ, ഓൻ നട്ടപ്പാതിരക്ക് വന്നിട്ടുണ്ട്, ഓൻ്റെ പെരി കിടന്നുറങ്ങി, ആരും ആ വിവരം അറിഞ്ഞിട്ടില്ല. കുറച്ചായിട്ട് കഴിഞ്ഞപ്പോൾ ഓനിങ്ങനെ കയറി വന്നു, എന്താ ബോംബെ വാർത്തകളൊക്കെ, നീ ഇവിടെ വല്ല പണി നോക്ക്, ഈ ഗൾഫ് കൊണ്ടുപോകാനല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇജി ഗൾഫ് പോകുക എന്നാണ് പോയാൽ ഇജി എവിടെ എത്തുള്ളൂ? ബോംബെയിലെത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. നീ മാനറിയും. അത് അള്ളാഹുവിൻ്റെ ആളുകൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ്. അള്ളാഹ് നിശ്ചിതാസന്മാർക്ക് പ്രൈവറ്റായി അള്ളാഹ് അറിയിച്ചു കൊടുക്കും. നട്ടപ്പാതിരൊക്കെ വന്നിട്ട് ആരും മാനം കെടാതെ പീടിയന് മുന്നിൽ കൂടെ നടന്നിട്ട് പോരുമ്പോൾ പഴയ കാലത്ത് അങ്ങനെയൊക്കെയുള്ള വേഗം പിടിച്ച് പോരുമ്പോൾ നമ്മളെ ബോംബെ ജീവിയാണ് നാട്ടുകാർ പറയും. ഇപ്പൊ തൽക്കാലം പിന്നെ അവൻ ആദ്യം അറിയാതെ ടിപ് ടോപ്പിൽ കുളിച്ച് കുപ്പായിട്ടാണ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ആർക്കൊന്നും പറ്റി അറിയില്ല. നല്ല ഉഷാറിൽ വരുമ്പോൾ അവൻ എന്തൊക്കെ കഞ്ഞി വന്നായിട്ട് ആരും സങ്കല്പിക്കില്ല. ഇതാരും അറിയില്ല. അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. മഹാൻ രാവിലെ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ പറഞ്ഞു, നമ്മളെ ബോംബെയിൽ വന്നിട്ടുണ്ട്, ഒപ്പോരും വന്നു ചെയ്തു. എന്ത് അത് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് മുതൽ അറിയിച്ചു കൊടുക്കുക. ബാത്തിനായ ഇൽമ. പിന്നെ طويت به نشر العلوم وإنني مرجت به البحرين يا حبذا مرجا يمد جميع الكون نور بهائه ويمحو جلالا كل بطل متى دجا യുമിദ്ദു അത് നീണ്ടു കിടക്കുന്നു. ജമീഅൽ കൗനി നീണ്ടു കിടക്കുന്നു. ജമീഅൽ കൗനി പ്രപഞ്ചം മുഴുവനും നൂറു ബഹാഇഹി പുണ്യ റസൂലുള്ളാഹിയുടെ പ്രകാശത്തിന്റെ ഒളിവ് പ്രപഞ്ചം മുഴുവൻ നീണ്ടു കിടക്കുകയാണ്. ജലാലൻ ഏത് വളർന്നതിനെയും അത് മായ്ച്ചു കളയും. കുല്ല ബുത്തുലിൻ ബാത്തിലായ ഏത് വളർന്നതിനെയും അത് ഇരുട്ട് പരത്തുന്ന കാലം അത്രയും. അതായത് മനസ്സിലായില്ല, ബാത്തിലായത് ഇരുട്ട് പരത്തുന്ന കാലം അത്രയും അതിനെ മായ്ച്ചു കളയാൻ ഈ പ്രകാശത്തിന് കഴിയും. എന്ത് അള്ളാന്റെ പ്രകാശം ഒരാളിലുണ്ടെങ്കിലോ ബാത്തിൽ ബാധിക്കൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു മാളത്തിന് 2 തവണ പാമ്പ് പിടിക്കൂല. മുസ്തഫ നബി പറഞ്ഞു. എന്തുകൊണ്ട്? അവന്റെ ഹൃദയത്തിൽ അള്ളാഹു റസൂലിന്റെ പ്രകാശം ഉണ്ടാവും. 2 വട്ടം പാമ്പ് പിടിക്കൂല. 2 വട്ടം ഒരു മുഅ്മിനായ മനുഷ്യന് മാളത്ത് പാമ്പ് പിടിക്കും. ഓർക്കപ്പുറത്തൊരു കളി കളിക്കുള്ളൂ. പിന്നെ അള്ളാഹു തന്നെ അവന് ബോധം കൊടുക്കും. മുഅ്മിനായ മനുഷ്യനാണ്. അതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ പ്രകാശം ഉള്ളിലുണ്ടെങ്കിൽ 2 ചതിയിൽ പെടൂല. يمد جميع الكون نور بهائه ويمحو جلالا كل بطل متى دجا يمد جميع الكون പ്രപഞ്ചം മുഴുവൻ നീണ്ടു കിടക്കുന്നു. നൂറു ബഹാഇഹി പുണ്യ റസൂലിന്റെ പ്രകാശത്തിന്റെ ഒളിവ്. വയംഹു അത് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. ജലാലൻ വളർന്നതിനെ. കുല്ല ബുത്തുലിൻ അതായത് ബാത്തിലായ എല്ലാത്തിനെയും. മത്താ ദജ്ജ അത് അത് നന്മയെ മറച്ചു പിടിക്കുന്ന സാധനങ്ങളാണ്. ആ നന്മയെ മറച്ചു പിടിക്കുന്ന ആ സമയം അത്രയും അതിനെ മായ്ച്ചു കളയാൻ ഈ പ്രകാശത്തിന് കഴിയും. ആരുടെ ഹൃദയത്തിലൊക്കെ ആ പ്രകാശം ഉണ്ടോ ആ പ്രകാശം കാരണം അവന് മികവ് ലഭിക്കും. മേലെയാവും. തരട്ടെ അള്ളാഹുകളിൽ നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങൾ പെടുത്തട്ടെ. ആ വരികളൊക്കെ 7 വരിയാണ്. പെട്ടെന്ന് അവസാനിപ്പിക്കാം. ذكرت رسول الله من زحزح الهرجا وأصالني دهري فصرت كمن حجا يؤرقني എൻ്റെ ഉറക്കം കെടുത്തുന്നു, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. ദിക്റുൽ അമീനി ഫലൈലതി കഅൽമിൻ വഖൈറുൽ ഖൽഖി ഖദ് അത്ഹഫൽ ഫുൽജാ ഹവാ അഖറബത് തദ്കാരി ഖൽബി വഇന്നഹു മദദ്ദഹരി ലാ യുൽഫാ യുഫാരിഖുൽ ബുർജാ نشوت بذكر المصطفى قبل نشأتي أيا عادل عادل ആക്ഷേപിക്കുന്നവൻ أيا عادلي دعني നീ എന്നെ വിടുക فقلبي به لجا حلفت يمينا إن الدهر ناسج
നെയ്യുന്നവൻ. വല്ലാത്തൊരു നെയ്ത്ത് തന്നെയാണത്. രണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ ബാത്തിനായ വിജ്ഞാനത്തിന്റെയും ലാഹിരിയായ വിജ്ഞാനത്തിന്റെയും രണ്ട് സമുദ്രവും ഞാൻ എന്നിലേക്ക് വലിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞാൻ കലർത്തി രണ്ടും എൻ്റെ ഹൃദയത്തിൽ കൂട്ടിച്ചു. എൻ്റെ രണ്ട് ഹൃദയത്തിന് സമുദ്രത്തിൽ മറജൽ ബഹ്റൈനി ശുദ്ധവെള്ളം ഉപ്പുവെള്ളവും ഉണ്ട്. അതുപോലെ എൻ്റെ ഹൃദയത്തിൽ ലാഹിരി ഇൽമുമുണ്ട്, ബാത്തിന ഇൽമുമുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറഞ്ഞത് അതാണ്. യമിദ്ദു ജമീഅൽ കൗനി നൂറു ബഹായിഹി വയംഹു ജലാലൻ കുല്ല വതുലിൻ മതാദജ്ജാ ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير.